ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വന്നിരിക്കുമ്പോൾ പല ചർച്ചകൾ ഞാനൊക്കെ കാണുന്നതാണ്, താങ്കളുടെ ചർച്ചകളാണ്, എതിർക്കൂട്ടറൊക്കെ ഇരിപ്പുണ്ട്. ചർച്ച കഴിയുമ്പോൾ എന്താണ് തോന്നുക? രണ്ടും തോന്നാറ്. ചിലപ്പോ സന്തോഷം തോന്നാറുണ്ട്, ചിലപ്പോ ചിലത് പൂർണ്ണമായിട്ടും അങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ, ചില പോയിന്റുകൾ വിട്ടുപോയല്ലോ എന്നൊക്കെ തോന്നാറുണ്ട്. ഈ രണ്ടനുഭവങ്ങളാണ്, മറ്റൊന്നുമില്ല. ചിലത് നന്നായി പറഞ്ഞു എന്നുള്ളൊരു ആത്മസംതൃപ്തി തോന്നും. ചില റീഡ് ചെയ്യുന്നവർ ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുന്നു. ഇപ്പൊ സഖാവ് ചർച്ചയ്ക്ക് ഞാൻ റീഡറാണ്, സഖാവിന് തന്നെ തോന്നുവാണ് ഇത് എന്റെ കൂടെ അല്ല മറ്റുള്ളവരുടെ കൂടെയാണ് നിൽക്കുന്നത്, മറ്റു പാനലിന്റെ കൂടെയാണ് അങ്ങനെ തോന്നാറുണ്ട് ചർച്ചയ്ക്ക് ഇരിക്കുന്നത് റീഡറോ? അത് പലപ്പോഴും നമ്മൾ പോകുമ്പോൾ ഈ പാനലിലുള്ള എതിരിലുള്ള രണ്ടുപേര് പിന്നെ ഈ അവതാരകനും എതിരായിട്ട് സംസാരിക്കാനായിരിക്കും കൂടുതൽ സന്ദർഭങ്ങളിലും പോകേണ്ടി വരിക. അതങ്ങനെ തന്നെ ആയിരിക്കും. ഈ 3 പേരെയും കണക്കാക്കിയാ പോകുന്നത്. സ്റ്റഡി ചെയ്യില്ലേ? അത് തീർച്ചയായിട്ടും സെന്ററിൽ നിന്ന് തന്നെയാണ് നമ്മളെ നിയമിച്ചു വിടുന്നത്. ഇന്ന ചർച്ചയ്ക്ക് പോകണമെന്നൊക്കെ സമയത്ത് പറയാറുണ്ട്. പിന്നെ പൊതുവിലുള്ള ഒരു ധാരണ ആ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് പൊതുവിൽ എല്ലാവർക്കും നൽകാറുണ്ട്. എവിടെയെങ്കിലും പാളി പോയിട്ടുണ്ടോ? പറഞ്ഞത് പാളി പോയിട്ടുണ്ടോ? ഇല്ല, പാളി പോയിട്ടില്ല. പക്ഷേ കൂടുതൽ പറയാമായിരുന്നു എന്ന് തോന്നിയ ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു. കൂടുതൽ മെച്ചപ്പെടുത്താവുന്ന മോശപ്പെട്ട അല്ലെങ്കിൽ പാളിപ്പോവാന്ന് പറഞ്ഞാല് പാർട്ടി ലൈനിന് വിരുദ്ധമായി എവിടെയും വീണിട്ടില്ല ഇതുവരെ ഒരു. എങ്കിലാ പാളിപ്പോവില്ലെന്ന് പറയാം. എങ്കിലാ എന്നെ സംബന്ധിച്ച് CPM പാർട്ടിനെ സംബന്ധിച്ച് പാളിപ്പോവാന്ന് പറയാം. അങ്ങനെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. പാർട്ടിയുടെ ലൈനിനകത്ത് നിന്നുകൊണ്ടല്ലാതെ എന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതേസമയം ചിലപ്പോ പെട്ടെന്ന് ദേഷ്യം കൂടി വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അതും ചിലപ്പോ അങ്ങനെ വരാൻ പാടില്ല. പക്ഷെ ചിലപ്പോ നമ്മുടെ നിയന്ത്രണാതീതമായി പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പരമാവധി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ചിലപ്പോൾ പോയിട്ടുണ്ട്. മനുഷ്യനാണല്ലോ. റൈൻസാവിന്റെ ചർച്ച കേൾക്കുമ്പോൾ ഒരു സ്ഫുടമായിട്ട് പറഞ്ഞു പോകുന്നതാണ് എല്ലാവരും പറഞ്ഞത്. ഈ പറഞ്ഞ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. ഞാനത് സ്വയം ജഡ്ജ് ചെയ്യുന്ന ആളാണ്. ചിലപ്പോ നമ്മളിപ്പോ ബഹളം വെക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് എന്ന് കരുതുന്ന ഒരാളാണ്. മൂന്നാമത് കൂടുതൽ പറയാമായിരുന്നു, ചിലത് വിട്ടുപോയി, ഇന്ന പോയിന്റ് വിട്ടുപോയി, ചില ചരിത്ര ഓർമ്മകൾ ചിലപ്പോൾ വിട്ടുപോയി എന്നിരിക്കും. അല്ലെങ്കിൽ ഈ ആംഗിളിൽ പറഞ്ഞാൽ അത് നല്ലതായിരിക്കും. ഡിഫൻസ് എടുക്കുകയാണല്ലോ, ചിലപ്പോൾ നമ്മള് ഒഫൻസീവ് ആവുകയാണ്. ഏതായാലും ചില ആംഗിൾ വെക്കുന്നത് നല്ലതായിരിക്കും. ആ ആംഗിളിലായിരിക്കില്ല ഒരു പക്ഷേ ഞാൻ പറയും. ഇറങ്ങിട്ട് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ സ്വമേധയോ ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞിട്ടോ അതായിരുന്നല്ലോ എന്ന് തോന്നിയിട്ട് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷം. ഇലക്ഷനൊക്കെ വരികയാണ്. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന പാർട്ടി സംഘടനപരമായിട്ട്? ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട പെർഫോമൻസിലേക്ക് വരും, മികവുറ്റ പെർഫോമൻസിലേക്ക് വരും. അതിൽ യാതൊരു സംശയം വേണ്ട. അല്ല, പാർലമെന്റ് ഇലക്ഷനാണ് ആദ്യം വരുന്നത്. അതെ, പാർലമെന്റ് ഇലക്ഷൻ തന്നെയാണ് ഞാൻ പറഞ്ഞത്. പാർലമെന്റ് ഇലക്ഷനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കഴിഞ്ഞ നല്ല പെർഫോമൻസിൽ തന്നെയായിരുന്നല്ലോ. നമ്മൾ പെർഫോമൻസ് മോശമായി പോയത് LDF കഴിഞ്ഞ സന്ദർഭത്തിലായിരുന്നു. അത് ഡൽഹിയില് ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു. ഒരു മോദി വിരുദ്ധ വികാരം തന്നെയാണ് ആഞ്ഞടിച്ചത് കേരളത്തിൽ. അതെ, പക്ഷെ അത് കോൺഗ്രസിന് ഫേവറായി. ഇത്തവണ അത് കോൺഗ്രസിന് ഫേവർ ആകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. കോൺഗ്രസ് ഇരുട്ടിൽ കിടന്ന് തപ്പാണ്. അപ്പൊ അത് കോൺഗ്രസിനെ വല്ലാതെ എഫക്ട് ചെയ്യും. കോൺഗ്രസിനെ പരമ്പരാഗതമായി കൈപ്പത്തിയിൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഒരു 3ാം മുന്നണി എന്നത് യാഥാർത്ഥ്യമാകുമെന്ന് സഖാവ് വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾ 3ാം മുന്നണി എന്നത് ഒരിക്കലും പാർട്ടി കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടുള്ളത് BJP എതിർക്കുന്ന സമാന മനസ്കരായ മുഴുവൻ പേരുടെയും ഒരു പ്ലാറ്റ്ഫോമാണ്. അതൊരു മുന്നണിയല്ല. മുന്നണി പ്രായോഗികമാണോ എന്ന് മുന്നണി പ്രായോഗികമല്ല. മുന്നണി എന്നുള്ളതല്ല ഞങ്ങളുടെ കോൺസെപ്റ്റ്. അതൊരു പൊളിറ്റിക്കൽ ബ്ലോക്കാണ്. ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകാം, വ്യത്യസ്ത നിലപാടുകളുണ്ടാകാം. പക്ഷെ ഒരു കാര്യത്തിൽ ഞങ്ങളെല്ലാവരും യോജിക്കുന്നു. അത് രാജ്യത്ത് BJP അപകടമാണ്. അത്തരം യോജിപ്പുകൾ ഫലപ്രദമായി നടപ്പാകുമെന്ന് കേരളത്തിൽ തോന്നുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും. കേരളത്തിൽ ഞങ്ങളുടെ ലൈൻ കൃത്യമാണ്. BJP പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് രാജ്യത്താകെ. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ ശക്തി പ്രാപിച്ച് വിജയിക്കുക എന്നുള്ളതാണ്. ഡൽഹിയിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഉണ്ടാകണം. ഡൽഹിയിൽ ഇടതുപക്ഷത്തിന് നമ്പർ കൂടണം. ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നാണ് ഇടതുപക്ഷത്തിന് ആ നമ്പർ കൊടുക്കാൻ കഴിയുന്ന സംസ്ഥാനം. അത് കേരളത്തിലെ ജനങ്ങൾ അതറിഞ്ഞ് പ്രവർത്തിക്കും. ഈ കർഷക മൂവ്മെന്റ് ഉയർത്തിക്കൊണ്ടുവന്ന ഇടതുപക്ഷമാണ്. ഇന്ത്യൻ പാർലമെന്റിൽ എണ്ണത്തിൽ കുറവാണെങ്കിലും രാജ്യസഭയിലും ലോകസഭയിലും ഞങ്ങൾ മുഴുവൻ പേരും നീതി പുലർത്തി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നീതി പുലർത്തി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ അത് ജനം കാണുന്നുണ്ട്. ആ ഇടതുപക്ഷത്തിന്റെ എണ്ണം ഇവിടെ കൂടണം. ഞങ്ങൾക്ക് ഇരുളിൽ തപ്പുന്ന പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുകളുണ്ട്. അത് എല്ലാ കാര്യത്തിലും ഉണ്ട്. ഇന്ത്യൻ മതനിരപേക്ഷതയെ സംരക്ഷിക്കുക, ഭരണഘടനയെ
പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ നിലപാട്. ഒരു സെക്കുലർ ഇന്ത്യയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിലനിർത്താനുള്ള പോരാട്ടത്തിൽ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന LDF-ന്റെ MP-മാർ നിൽക്കും എന്ന് ജനങ്ങൾക്കറിയാം. അത് ഈ പരിമിതമായ എണ്ണം MP-മാർ ഇതുവരെ തെളിയിച്ചിട്ടുണ്ട്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകും. Al Azhar Group of Institutions, പെരുമ്പലിച്ചിറ, തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻഡ് ബിൽഡേഴ്സ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.